തുർക്കിയിലെ എർദോഗൻ ഭരണകൂടം ചരിത്രപ്രസിദ്ധമായ ക്രൈസ്തവരുടെ പൈതൃകം പേറുന്ന ഹാഗിയ സോഫിയ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റിയതിനെ ന്യായീകരിച്ചുകൊണ്ട് യുവ നേതാവ് ശ്രീ ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസ്താവന ഈ ദിവസങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിലൊക്കെ വലിയ ചർച്ചയാവുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തു. മതേതരത്വ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ട നേതാക്കൾ ഇത്തരം അസംബന്ധ പ്രസംഗങ്ങൾ നടത്തുന്നതിന്റെ സൂചന എന്താണ്? ഷക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഹാഗിയ സോഫിയ അപക്വമായ വാക്പ്രയോഗം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുന്നു. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു ദീപിക ഫ്രണ്ട്സ് ക്ലബ് സംസ്ഥാന ഡയറക്ടർ ഫാദർ റോയ് കണഞ്ചിറ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജസ്റ്റിൻ ജോർജ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഫാദർ റോയ് കണഞ്ചിറ, കഴിഞ്ഞൊരു വാരമാണ് കോൺഗ്രസ് നേതാവിൻ്റെ പ്രസംഗം വലിയ വിവാദങ്ങളിലേക്കും വലിയ ചർച്ചകൾക്കുമൊക്കെ വഴിതെളിച്ചു വിടുകയുണ്ടായി. ഈ സംഭാഷണത്തെയും അതിനെ തുടർന്ന് വളരെ വളരെ ക്വിക്കായിട്ടുള്ള പ്രതികരണങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നും വിശ്വാസികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായി. ആ പ്രതികരണങ്ങളിൽ പോലും വർഗീയതയുടെ അംശമുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും വിമർശിക്കുന്നതും കണ്ടു. ഈ സംഭവ വികാസങ്ങളെയൊക്കെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീ ചാണ്ടി ഉമ്മന്റെ ആ വിവാദ പ്രസ്താവന കത്തോലിക്ക സഭയെ മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുഴുവൻ മനസാക്ഷിയെ വേദനിപ്പിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അത് അനവസരത്തിലായി എന്നുള്ളതാണ്. കാരണം ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന ഒരു പ്രസ്താവന, ഒരു ശൈലി ആരും പ്രതീക്ഷിക്കുന്നില്ല. ആ കുടുംബം അങ്ങനെയുള്ള ഒരു കുടുംബമല്ല. അവര് കറകളഞ്ഞ ക്രൈസ്തവ വിശ്വാസം അനുശീലിക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിന്റെ പിതാവും മാതാവും കുടുംബാംഗങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ മകനിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അതാണ് ശക്തമായ പ്രതിഷേധം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം. രണ്ടാമതൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ നമ്മുടെ കേരള രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ ഉയർന്നു വരുന്ന ഒരു ശൈലിയാണ്. എന്താണെന്നറിയാമോ? പ്രതികരിക്കുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തകരച്ചെണ്ട പോലെ വഴിയിൽ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്ന ഒരു തകരച്ചെണ്ടയാണ് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹമെന്ന് കേരളത്തിലെ ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ധരിച്ചുപോയി എന്നുള്ള ഒരു തോന്നൽ ഈ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിന്റെ മുമ്പിൽ ഉണർത്തി ചാണ്ടിയുമ്മൻ. അപ്പോൾ ചാണ്ടിയുമ്മന്റെ ഈ ഒരു ശൈലി തീർത്തും അപലപനീയമാണ് എന്ന് KCBC വളരെ വ്യക്തമായ രീതിയിൽ പ്രസ്താവിക്കുകയുണ്ടായി. ആ പ്രസ്താവനയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. ചാണ്ടിയുമ്മൻ മാത്രമല്ല, ആരും ഒരു മതവിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടാം എന്ന് വിചാരിക്കേണ്ട. ചാണ്ടിയുമ്മൻ ഇത് ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു പക്വതയില്ലായ്മ കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ ബാലൻ മാത്രമാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പ്രവേശം കിട്ടാനായിട്ടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ബൂമിങ് കിട്ടാൻ ആരോ എഴുതി കൊടുത്ത ഒരു ആക്ഷേപ പ്രസംഗം അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയും ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും അത് അദ്ദേഹത്തിന്റെ ഒരു ഭാഷയല്ല. അത് ആ കേൾക്കാനിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി കൃത്രിമമായി അദ്ദേഹം അവതരിപ്പിച്ച ഒരു തൽക്കാലത്തെ ഒരു സ്ഥാന നേട്ടത്തിന് വേണ്ടി, ഒരുപക്ഷെ അദ്ദേഹം അവിടെ മത്സരിക്കാൻ നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് അവതരിപ്പിക്കണമായിരിക്കാം. ഒരു സെക്കുലർ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, ഞാനൊരു മതത്തിന്റെ ആളല്ല, എനിക്ക് ഒരു വിശ്വാസവും എനിക്ക് ബാധകമല്ല എന്നൊക്കെ ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതൊരു രാഷ്ട്രീയ ബാലന്റെ പക്വതയില്ലാത്ത ഒരു ആശയ പാപ്പരത്വത്തിന്റെ പ്രകടനമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ നിഷ്പക്ഷമായി മനസ്സിലാക്കുമ്പോൾ CPM, ഇവിടുത്തെ ഭരണകൂടം, ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിച്ച് വർഗീയത വളർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു. അതിനെ ചെറുക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ ആശയത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഈ ചാണ്ടിയുമ്മൻ ഉൾപ്പെടെ വിശ്വസിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ മതത്തെയും കരിവാരി തേക്കുന്ന ഒരു പ്രവണത, അത് വികൃതമായി പോയി, പ്രതിഷേധാർഹമാണ്. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. അതാണ് എനിക്ക് ഈ ചോദ്യത്തോടുള്ള എൻ്റെ ആദ്യത്തെ മറുപടി. വ്യക്തമാണ് ഫാദർ റോയ് കണഞ്ചിറ. ശ്രീ ജസ്റ്റിൻ ജോർജ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ചന്ദ്രിക ദിനപത്രത്തിൽ
പാണക്കാട് സയ്യിദ് ശിഹാബ് അലി തങ്ങളുടെ ഒരു വാർത്ത, ഒരു ആർട്ടിക്കിൾ അത് വലിയ ചർച്ചയായി മാറുകയുണ്ടായിരുന്നു. അതായത് ഹാഗിയ സോഫിയ ഈ കൂട്ടർ വിലയ്ക്ക് വാങ്ങിയതാണെന്നും ഒക്കെയുള്ള വലിയ ആരോപണങ്ങൾ, ചർച്ചകൾ അതിൽ അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചാണ്ടി ഉമ്മന്റെ പ്രസംഗം അതിന് അടിവരയിടുകയായിരുന്നു. ആ പ്രസംഗത്തിൽ, ആ എഴുത്തിൽ എന്താണ് സാദിഖ് അലി പറഞ്ഞത്, അതിനെ അടിവരയിടുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്നും വന്നത്. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഗഹനമായി പഠിക്കുന്ന നിലയിൽ എന്താണ് ശരിക്കും ഈ ഹാഗിയ സോഫിയയുടെ ചരിത്രം? ഈ കെട്ടുകഥകൾ, ഈ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കപ്പെടുന്ന ഈ കഥകളുടെ പിന്നിൽ എത്രത്തോളം വസ്തുതയുണ്ട്? 5-ാം നൂറ്റാണ്ടിൽ, അതായത് ഇസ്ലാം എന്ന മതം ഉണ്ടാകുന്നതിന് മുമ്പ് ബൈസന്റൈൻ സാമ്രാജ്യം പണി കഴിപ്പിച്ചതാണ് ഹാഗിയ സോഫിയ കത്തീഡ്രൽ. ഓർത്തഡോക്സ് സഭാവിശ്വാസികളുടെ വലിയ കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമായിട്ട് വർഷങ്ങളോളം തുടർന്നു. 1500 ഒട്ടോമാൻ സുൽത്താന്റെ കാലഘട്ടങ്ങളിൽ, മെഹബൂബിന്റെ കാലഘട്ടത്താണ് ഇത് പിടിച്ചെടുക്കുന്നത് തന്നെ വലിയ അന്നത്തെ കാലത്തെ രീതികളായിരുന്നു. അന്നത്തെ കാലത്ത് കടന്നതിനെ കുറിച്ച് ഇന്ന് നമ്മൾ വിമർശിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അന്ന് ഈ യുദ്ധങ്ങളും പിടിച്ചെടുക്കലും ഒക്കെ രീതികളായിരുന്നു, നമുക്ക് മനസ്സിലാക്കാം. അൾത്താരിയിലുണ്ടായിരുന്ന അച്ഛനെ അവിടെ വെട്ടിക്കൊല്ലുകയും അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ കൊല്ലുകയും ആ നാടൊട്ടുക്കും ക്രൈസ്തവ വിശ്വാസികളെല്ലാം കൊന്നൊടുക്കി കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരം പിടിച്ചെടുത്ത് അത് പിന്നീട് ഇസ്താംബുളായി മാറുകയുമാണ് ചെയ്തത്. അതാണ് കോണ്ടസ്റ്റ്. അതിനുശേഷം തുർക്കിയില് സെക്കുലർ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ, ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ, ഈ ഒരു എന്താ പറയുന്നത്, ഇതിന്റെ ഒരു കറ മാറ്റാൻ വേണ്ടി അന്നത്തെ ഭരണകൂടം ഹാഗിയ സോഫിയയെ മോസ്കാക്കി മാറ്റി ഹാഗിയ സോഫിയ അടച്ചുപൂട്ടുകയും അതിനുശേഷം മ്യൂസിയമായിട്ട് തുറക്കുകയും ചെയ്തു. പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് എർദോഗാന്റെ ഭരണം വരുന്നത്. എർദോഗാന്റെ ഭരണം വന്നത് തന്നെ തീവ്ര ചിന്താഗതിയോടെയുള്ള പ്രസംഗത്തിൽ കൂടെയാണ്. എർദോഗാൻ രാഷ്ട്രീയത്തിലൊന്നും അല്ലാതിരുന്ന എർദോഗാൻ വളർന്നു വന്നു, ഭരണം പിടിച്ചു. സെക്കുലർ രീതിയിൽ നിന്ന് ഒരു മതരാഷ്ട്ര രീതിയിലേക്കാണ് എർദോഗാൻ മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹാഗിയ സോഫിയ വീണ്ടും അവര് മോസ്കാക്കി മാറ്റിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ പാണക്കാട്ടെ തങ്ങളുടെ ലേഖനത്തെ വായിക്കേണ്ടത്. അതായത് സെക്കുലർ രാജ്യമായിരുന്ന തുർക്കിയെ മതരാഷ്ട്രമാക്കി മാറ്റുവാൻ വേണ്ടി എടുത്തിയ ഒരു ടൂള് മാത്രമാണ് ഹാഗിയ സോഫിയ. അല്ലാതെ അതൊരു മോസ്കോ, അവിടെ മോസ്കോ പണിയാൻ അവർക്ക് വേറെ സ്ഥലങ്ങളില്ലാഞ്ഞിട്ടോ വേറെ ഒന്നും അല്ല. അവരവരുടെ സെക്കുലർ രീതികളിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് നേരെ ഈ ആധുനിക കാലഘട്ടത്തിൽ നടത്തിയ ഒരു അധിനിവേശമാണ്. ഈ പണം കൊടുത്തു വാങ്ങി എന്നതാണല്ലോ ആ ആർട്ടിക്കിളിലെ പ്രധാനപ്പെട്ട കാര്യം. അതാണല്ലോ ഇപ്പോഴും ഉന്നയിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടി. കത്തീഡ്രൽ പള്ളിയായിരുന്ന ഹാഗിയ സോഫിയ പിടിച്ചെടുത്തത് യുദ്ധത്തിലൂടെയാണ്. യുദ്ധത്തിൽ വന്ന ആ പട്ടണത്തിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസികളെ മുഴുവൻ കൊന്നൊടുക്കി. അന്ന് ആ പട്ടണങ്ങളിൽ മുഴുവൻ ചോരപ്പുഴയായിരുന്നു എന്നാണ് നമ്മൾ പല പുസ്തകങ്ങളും വായിച്ചതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. പള്ളിയുടെ അൾത്താരയിലിട്ട് അച്ഛനെയും വെട്ടിക്കൊന്നു എന്നാണ് വായിച്ചിട്ടുള്ളത്. അങ്ങനെ പിടിച്ചെടുത്തിയ ഒരു പള്ളി പണം കൊടുത്തു വാങ്ങിയതാണ് എന്ന് മലയാളികളുടെ സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായും പ്രചരിപ്പിച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വാർത്തയുണ്ടോ എന്നറിയാൻ വേണ്ടിയൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, തുർക്കിഷ് പത്രങ്ങളെ കുറിച്ച് ഒക്കെ അന്വേഷിച്ച് നോക്കി. ഒരിടത്തും അങ്ങനെ ഒരു വാർത്തകൾ വന്നിട്ടില്ല. അവരുടെ തന്നെ ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ പോലും ഇത് യുദ്ധത്തിൽ കൂടെ പിടിച്ചെടുത്ത പള്ളിയാണെന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എർദോഗന് തുർക്കിയിലുള്ളതിനേക്കാൾ കൂടുതൽ ഫാൻസ് കേരളത്തിലുണ്ടെന്നാണ് അതിന്റെ സൂചന. തുർക്കിയിലുള്ള എർദോഗൻ ഫാൻസിന് പള്ളി പിടിച്ചെടുക്കണം, അതാണ് അവരുടെ ആവശ്യം. അത് പിടിച്ചെടുത്തു. കേരളത്തിലുള്ളവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ പിടിച്ചെടുക്കണമെന്ന് ആവശ്യമുണ്ട്. പക്ഷെ പുറത്ത് സെക്കുലർ മുഖംമൂടി അവർക്ക് കാണിക്കേണ്ടത് കാരണം അത് വില കൊടുത്തതാണ് എന്നുള്ളൊരു ന്യായം ഉണ്ടാക്കുകയാണ് ചെയ്തത്. രണ്ടു കൂട്ടരും എർദോഗാന്റെ വലിയ ഫാൻസ് തന്നെയാണ്. അത് കാരണമാണല്ലോ എർദോഗാൻ സ്ഥിരമായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ളത് ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി അവരുണ്ടാക്കിയ ഒരു ന്യായീകരണം, അതായത് ഒരു മതരാഷ്ട്ര സ്ഥാപകനെ ന്യായീകരിക്കാൻ വേണ്ടി എടുത്തുള്ള ഒരു അടവ് നയം മാത്രമാണ് ഇത് കേരളത്തിലെ. സാദിഖ് അലി ഇത് പിടിച്ചെടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം എഴുതി എന്ന് മാത്രമല്ല, ക്രൈസ്തവരെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാചകങ്ങളാണ് ഇതിന്റെ ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായി. പ്രതികരണങ്ങൾ KCBC തലത്തിൽ വരെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടും പുള്ളിക്കാരന് അടുത്ത വാർത്ത ചന്ദ്രികയിൽ കൊടുത്തത് പറഞ്ഞിടത്ത് ഉറച്ചു നിൽക്കുന്നു, പിൻവലിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് പറഞ്ഞത് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാ പറഞ്ഞത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇത്രമാത്രം വലിയ മത തീവ്രവാദ രീതിയിൽ പ്രവർത്തിക്കുന്നവനെ ഇവിടെ എതിർത്താല് ഇവിടെയുള്ള അവരുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്നല്ലേ നമ്മൾ അനുമാനിക്കേണ്ടത്.
അപ്പം അവർ ഇതുവരെ അത് പിൻവലിക്കാത്ത കാലത്തോളം ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാ ചിന്തയെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഈ ഒരു വിഷയം ചർച്ചയാകുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ക്രൈസ്തവർക്ക്, ഇത് മാത്രമല്ല നിരവധി വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളിലെല്ലാം UDFന് പ്രതികൂലമായിട്ടുള്ള രീതിയിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് പഞ്ചായത്ത് ഇലക്ഷനിൽ വന്നു. എന്നാൽ അവര് ഈ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും റിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെന്താണ് പ്രതിവിധി എന്ന് ചിന്തിക്കുന്നതിന് പകരം ക്രിസ്ത്യാനികളെ എല്ലാം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പൊ പറയുന്നത്. BJPയുടെ IT സെല്ല് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മണ്ടന്മാരാണ്, കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഒരു മണ്ടന്മാരാണ്, BJP ഫേക്ക് ID കൂടെ പറയുന്നതെല്ലാം പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് പ്രതിഷേധാർഹമാണ്. അവര് ഹാഗിയ സോഫിയ വിഷയത്തിലെ പോലെ തന്നെ ഒന്നുകൂടെ ക്രൈസ്തവരെ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഈ വക ന്യായീകരണങ്ങളിൽ കൂടെ. വ്യക്തമാണ്. ഫാദർ റോയ് കണ്ണഞ്ചിറ, ഇവിടെ ഒരു ആക്ഷേപങ്ങളുടെ ഒരു ചെയിൻ ആണല്ലോ കാണുന്നത്. അവിടെ ഒരു ലേഖനം എഴുതുന്നു, അതിനെ ന്യായീകരിക്കുന്നു, ആ ന്യായീകരിച്ച ആളുകൾ തന്നെ ഈ പ്രസംഗങ്ങളെ ന്യായീകരിക്കുന്നു. പള്ളികൾ മറ്റു രീതിയിലായിട്ടില്ലേ, അവിടെ ഒന്നുമില്ലാത്ത വിഷമം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പല രീതിയിൽ ഇവിടെ ആരോപിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് ചില പാർട്ടിയുടെ അനുഭാവം ഉള്ളത് കൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറയുക. എങ്ങനെ നോക്കിക്കാണുന്നു ഇത്തരം ആരോപണങ്ങളെയും പ്രതികരണങ്ങളെയും ഒക്കെ? ഇതിന്റെ ആരോപണങ്ങൾ ഇങ്ങനെ വരിക എന്ന് പറയുമ്പോൾ, അതായത് ക്രൈസ്തവ സമൂഹത്തെ അടച്ച് ആക്ഷേപിച്ചാൽ ക്രൈസ്തവ സമൂഹത്തിന് പ്രതികരിക്കുന്നതിന് ഒരു സ്ഥിരമായ നിയതമായ ഒരു രീതിയുണ്ട് എന്നതാണ്. അങ്ങനെ അതുകൊണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കാം എന്നൊരു രീതി, എന്നൊരു ചിന്ത ഈ ആക്ഷേപ കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ ഇവിടെ, അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വികൃതമായ ഭാഷ ഉപയോഗിച്ചു, എത്ര അസഭ്യം കലർന്ന നിലവാരം താഴ്ന്ന ഭാഷ ഉപയോഗിച്ചു ക്രൈസ്തവ മതത്തെയും ക്രിസ്തുവിനെയും ക്രൈസ്തവ മൂല്യങ്ങളെയും ക്രൈസ്തവമായ പ്രതീകങ്ങളെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഒക്കെ ആക്ഷേപിക്കുന്നു. ഇതൊരു ശൈലിയായി വളർത്തുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഈ ആക്ഷേപിച്ചുകൊണ്ട് വിളവ് കൊയ്യുന്ന, ഈ തിന്മ കൊയ്യുന്ന ഈ ഒരു ശൈലി വളർത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് ആരാണ് ആക്ഷേപിക്കുന്നത് എന്നാണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ക്രൈസ്തവ സമൂഹത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും ഏറ്റവും കൂടുതൽ നവമാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്നത് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ ഭൂരിപക്ഷം വരുന്ന സമുദായം തന്നെയാണ്. ഇപ്പോ നവമാധ്യമങ്ങളിലേക്ക് ഇന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ എത്ര സംഘടിതമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ വിഭാഗം ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കുന്നു. അപ്പൊ ഈ ഒരു വിഭാഗത്തിന് ചില വ്യക്തമായ താല്പര്യങ്ങളുണ്ട് എന്ന് സൂക്ഷ്മമായി ഇവരുടെ പ്രതികരണത്തിന്റെ ഈ ഒരു വരവും പോക്കും നിരീക്ഷിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകുന്നു. അതെ, വേറൊരു ചോദ്യം പ്രസക്തമാണ്. അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വലിയ ഒരു ചോദ്യം ഇതാണ്: ക്രൈസ്തവ സമൂഹം ഇങ്ങനെ വരുന്ന പ്രതികരണങ്ങൾ ഗൗനിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് എത്തുക എല്ലാത്തിനെയും ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനോഭാവമാണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളെയൊക്കെ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ മതിയില്ലേ എന്നൊരു ചോദ്യമാണ്. എന്താണ് പ്രതികരണം? അത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ നിതിൻ പറഞ്ഞ ഈ ഒരു ചിന്ത വളരെ പ്രബലമായി ക്രൈസ്തവ മനസ്സിലും പൊതുസമൂഹത്തിന്റെ മനസ്സിലുമുണ്ട്. ഇപ്പൊ ഇങ്ങനെ വളരെ കുറച്ചു പേര് നവമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദിയിലോ നിന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങോട്ട് ഇല്ലാതായി പോകുന്നതാണോ ക്രൈസ്തവ മതം, കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്തു സ്ഥാപിച്ച ഈ ഒരു ക്രിസ്തീയ ദർശനം, ഇങ്ങനെ അതിൽ വിശ്വാസവും അതിനോട് അഭിരുചിയും ഇല്ലാത്തവർ, ആഭിമുഖ്യവും ഇല്ലാത്തവർ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇല്ലാതായി പോകുന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളോട് പ്രതികരിക്കുകയേ വേണ്ട, പ്രതിഷേധിക്കുകയേ വേണ്ട എന്ന് ഉള്ള ഒരു നിലപാട് ഉണർന്നു വരുന്നുണ്ട്. വ്യക്തിപരമായി എന്റെ ഒരു അഭിപ്രായം,
ആ നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ്. കാരണം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അപ്പനെ ആരെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അയാൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളതിന്റെ പേരിൽ ആക്ഷേപം എന്ന കർമ്മത്തെ ഞാൻ പ്രതിഷേധിച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ അയാളുടെ ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അത് കേൾക്കുന്നവർ എന്താണ് വിചാരിക്കുക? അത് ശരിയായത് കൊണ്ടാണ് അതിനെതിരെ ആരും പ്രതികരിക്കാത്തത് എന്നാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ക്രൈസ്തവ മതത്തെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, ക്രിസ്തുവിനെ സംബന്ധിച്ച് ലോകത്തിന്റെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹനിധിയായ സ്നേഹഖനിയായ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഇങ്ങനെ ആക്ഷേപകരമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ, സ്നേഹിത, നീ പറയുന്ന ഈ പ്രസ്താവന അത് തെറ്റാണ് എന്ന് നിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ബോധ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ക്രൈസ്തവ സാക്ഷ്യം. അതിനാണ് ഒരു ക്രൈസ്തവ പുരോഹിതൻ ഈ ഉടുപ്പിട്ടിരിക്കേണ്ടത്. അതിനാണ് ഒരു ക്രൈസ്തവൻ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് ഈ വിശ്വാസ ജീവിതം തുടരുന്നത്. അതിനുവേണ്ടിയാണ് അവന്റെ നെറുകയിൽ മാമോദിസ ജലം തളിച്ചിരിക്കുന്നത്. അതല്ലാതെ ക്രിസ്തുവിനെ ആക്ഷേപിക്കുമ്പോൾ, ക്രൈസ്തവരെ ആക്ഷേപിക്കുമ്പോൾ അതെല്ലാം ആരും കേൾക്കാതെ പൊയ്ക്കോളും, അതൊക്കെ നവമാധ്യമങ്ങളിൽ നിന്ന് മാഞ്ഞു പൊയ്ക്കോളും, അല്ലെങ്കിൽ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഈ ആക്ഷേപം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗത്തിന്റെ മനസ്സിൽ ഞാൻ പവിത്രമായി പൂജ്യമായി കരുതുന്ന എന്റെ ക്രിസ്തുവിന്റെ മുഖം വികൃതമായി മാറുന്നു എന്നുള്ളതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ഒന്നാമത്തെ കടമ എന്താണ്? ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുക, ആ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ആരൊക്കെ ആക്ഷേപം ഉന്നയിച്ചാലും അയാളുടെ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിയെ ആക്രമിക്കുകയല്ല, അയാളുടെ ആ ഒരു ആക്ഷേപത്തെയും ആ ശൈലിയെയും തിരിച്ച് പ്രതിഷേധിക്കുക തന്നെ വേണം. കാരണം പല വേദികളിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിന്ത വീണ്ടും ഞാൻ പറയുകയാണ്. കത്തോലിക്ക സഭ വിശുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വണങ്ങുന്ന എല്ലാ വിശുദ്ധരും പ്രതിഷേധിച്ചിട്ടുള്ളവരാണ്, പ്രതികരിച്ചിട്ടുള്ളവരാണ്. ഇപ്പൊ വിശുദ്ധ സെബസ്ത്യാനോസ് പ്രതിഷേധിച്ചവനാണ്. വിശുദ്ധ സെയിന്റ് സ്റ്റീഫൻ, എസ്തഫാനോസ് എന്ന് വിളിക്കുന്ന സെയിന്റ് സ്റ്റീഫൻ കനത്ത പ്രതിഷേധം ഉയർത്തിയത് കൊണ്ടാണ് കല്ലേറ് കൊണ്ട് മരിക്കേണ്ടി വന്നത്. പ്രതിഷേധിക്കുന്നില്ലെങ്കിലുണ്ടല്ലോ ഒരു ഉപദ്രവം ഏൽക്കില്ല. ഇനി പ്രതിഷേധിക്കാതെ ഇരിക്കണം, പ്രതിഷേധം ശരിയല്ല എന്ന് പറയുന്നവരുടെ മനസ്സിൽ പ്രതിഷേധിക്കാനുള്ള ധൈര്യമില്ലായ്മ കൂടി ഉണ്ട് എന്നുള്ളതും സത്യമാണ്. അതെ, വ്യക്തമാണ്. ഫാദർ റോയിക്കണം, തിരിച്ചു വരാം. ശ്രീ ജസ്റ്റിൻ ജോർജ്, ആദ്യഘട്ടത്തിൽ അങ്ങ് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപക തെരഞ്ഞെടുപ്പിൽ പോലും ഈ ചന്ദ്രികയിലെ ലേഖനമൊക്കെ ചർച്ചയായി എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ സമീപകാലത്തെ സംഭവങ്ങളൊക്കെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ഒരു ചോദ്യചിഹ്നമായി മാറുകയുണ്ടല്ലോ. അവിടെ ഒരു ചോദ്യം സജീവമാണ്. എന്നാൽ മറുവശത്ത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കുറെ കാലമായി കുറേയധികം വിഷയങ്ങളിൽ ഈ നാട്ടിലെ നേതാക്കന്മാരോടൊക്കെ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, 80:20 ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ. എന്നാൽ അവിടെ പോലും ഈ നേതൃത്വമൊക്കെ അതിനെ നിസ്സംഗതയോടെ കാണുന്ന ഒരു ശൈലി കൂടി സമീപകാലത്ത് കാണുന്നുണ്ട്. അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപക്ഷെ ശ്രീ ജസ്റ്റിന് പരിചയമുണ്ടാകാം, അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളും ചില വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായതുമൊക്കെ ഉണ്ടാകാമല്ലോ. ഇതിനെ രണ്ടിനെയും അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തുർക്കിയിലെ ഹാഗിയ സോഫിയ കേരളത്തിൽ ചർച്ചയായതിനോടൊപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ ആൾക്കാർ അറിഞ്ഞിട്ടില്ല, അതും കൂടി അറിയണം. അതിന്റെ കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യത്തിൽ വരാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു. ഔദ്യോഗികമായി മുല്ലപ്പള്ളി എതിർത്തെങ്കിലും അതൊരു സഖ്യത്തിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും മത്സരിച്ചത്. അങ്ങനെ ഇവിടെയുള്ള വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ്. അതേപോലെ തന്നെ തുർക്കിയില് IHH എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടനയാണ്. ഈ ചാരിറ്റി സംഘടന ISIS സഹായം കൊടുത്തു, ISIS സഹായം കൊടുത്തു എന്ന രീതിയിൽ വലിയ രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ IHH ആസ്ഥാനത്ത് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ സന്ദർശനത്തിന് പോയി. അതിന്റെ ഫോട്ടോകൾ സഹിതം, അതായത് ഇവര് IHH നേതൃത്വത്തിലുള്ളവരുടെ കൂടെ നിൽക്കുന്നതിന്റെ ഫോട്ടോകൾ സഹിതം വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തുർക്കിയിലെ തീവ്ര ചിന്താധിക്കാരോടുള്ള ഇവരുടെ ഒരു അനുഭാവം ഒരു യാദൃശ്യമാണെന്നൊന്നും കരുതാൻ പറ്റത്തില്ല.
ഈ കേരളത്തിലുള്ളവർക്ക് IHH എന്ന സംഘടനയുമായിട്ട് എന്താണ് ബന്ധം തുർക്കിയിലുള്ളത്? അവിടെ പോവുകയും അവരോട് ഒന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. മനസ്സിലാക്കണം, ISISനെ സപ്പോർട്ട് ചെയ്തു എന്ന ആരോപണമുള്ള ഒരു സംഘടനയാണത്. അത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നു. വെൽഫെയർ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് എന്താ പറയുന്നത് ബന്ധം ഉണ്ടാക്കാൻ നോക്കുന്നു. UDF എതിർത്ത മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എതിർത്തത്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ എതിർത്ത് കെ സുധാകരനെ പോലെയും മുരളീധരനെ പോലെയുള്ള നേതാക്കന്മാരുമാണ്. KPCC പ്രസിഡന്റിനെ എതിർത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടിലും ഈ നിമിഷം വരെ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല വെൽഫെയർ പാർട്ടിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ആ ബന്ധം ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് അവര് പറഞ്ഞിട്ടില്ല. ഹാഗിയ സോഫിയ വിഷയം അവര് തള്ളി പറഞ്ഞിട്ടില്ല. EWS സംവരണം വന്നു കഴിഞ്ഞപ്പം ഇതേ തീവ്ര സംഘടനകളെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് വലിയ പടപ്പുറപ്പാട് നടത്തിയത്. ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പ് പൊരുന്തോട്ടം പിതാവിന്റെ ലേഖനം, കടുത്ത ഭാഷയിലുള്ള ലേഖനം വന്നതോടെയാണ് അതിനൊരു ശമനം ഉണ്ടായത്. ഇതെല്ലാമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ബാധിച്ചത്. അതിനുശേഷം കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള JS അടൂർ എന്ന് പറയുന്ന ജോൺ സാമുവൽ എന്ന് പറയുന്ന ഒരാളെ ഇവിടെ പോളിസി കമ്മിറ്റി അധ്യക്ഷനായിട്ട് വെച്ചു. നല്ല മനുഷ്യനാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ എഴുത്തുകളും ഒക്കെ വായിച്ചിട്ടുള്ളതാണ്. ഒരു എതിർപ്പും എത്ര വ്യക്തിപരമായിട്ടില്ല. പക്ഷേ അദ്ദേഹം പോളിസി കമ്മിറ്റി അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം അതായത് പോളിസി കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് പോളിസി രൂപീകരിച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൈസ്തവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ അസംബന്ധങ്ങളാണ്. മാത്രമല്ല ജസ്റ്റിനെയൊക്കെ അദ്ദേഹം BJPയുടെ ആളായിട്ടാണ് കാണുന്നത്. അതെ, BJPയുടെ എന്താ പറയുന്നത്, BJPയുടെ ഒരു BJPയുടെ ഒരു ആശയപ്രചാരകരായിട്ടാണ് ക്രൈസ്തവരെ കാണുന്നത്. ക്രൈസ്തവർക്ക് വേറെന്തൊക്കെയോ ഇതൊക്കെയുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. തിരിച്ചു വരാം നമുക്ക് ആ പബ്ലിക് പോളിസിയിലേക്ക് തിരിച്ചു വരാം. പബ്ലിക് പോളിസി രൂപീകരിക്കേണ്ട വ്യക്തി തന്നെ ഇപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾ മുഴുവൻ നമ്മൾ പറയുന്ന ആരോപണങ്ങൾ മുഴുവൻ അസംബന്ധമാണെന്ന് പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ രീതി പ്രവർത്തിക്കുമ്പോൾ ഏത് രീതിയിൽ, അതായത് പോളിസി മാത്രമല്ല തെരഞ്ഞെടുപ്പ് പത്രിക ശശി തരൂരിന്റെ കൂടെ രൂപീകരിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആളാണിത്. അപ്പം ഈ രീതിയിലാണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് എന്താണ് തെരഞ്ഞെടുപ്പ് പത്രികയിൽ പ്രതീക്ഷിക്കാനുള്ളത്? ഇത്രമാത്രം പിന്തുണ കൊടുക്കുന്ന ഒരു സമൂഹത്തിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ UDF എന്തുകൊണ്ട് പെരുമാറുന്നു എന്നാണ് മനസ്സിലാക്കാത്തത്. UDF മൊത്തമായിട്ടാണോ പെരുമാറുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. UDF നേരിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഈ രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ UDF എന്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നില്ല? മുസ്ലിം ലീഗ് EWSനെതിരെ വരുന്നു, മിണ്ടുന്നില്ല. 80-20 വിഷയങ്ങൾ വരുന്നു, ഒരു നേതാക്കന്മാരും ഒരക്ഷരവും പറയുന്നില്ല. ഇത് കേരള കോൺഗ്രസ് ഇടതുപക്ഷം ചെന്നതിന്റെ ഭാഗമായിട്ട് ക്രൈസ്തവരുടെ വോട്ട് മൊത്തമായിട്ട് കിട്ടില്ല എന്ന് ഇടതുപക്ഷത്തിന് അറിയാം. അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇടതുപക്ഷം ക്രൈസ്തവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ അവർ തുടങ്ങുന്നുണ്ട്. ഈ പറഞ്ഞ 8-20യുടെ ഭാഗമായിട്ട് പിന്നോക്കാവസ്ഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് പിന്നോക്കാവസ്ഥ മാറ്റാൻ വേണ്ടി കൊടുത്ത ഫണ്ടല്ല, ഇത് ന്യൂനപക്ഷ ഫണ്ടാണ്. പിന്നോക്കാവസ്ഥ ഫണ്ടാണെങ്കിൽ ഈ എന്താ പറയുന്നത്, ഈ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തുല്യമായിട്ട് വിധിച്ചു കൊടുക്കുമോ? ഇവർക്ക് മാത്രമായിട്ട് കൊടുത്താൽ പോരായിരുന്നു. അപ്പം ഇപ്പോൾ ഇത് പിന്നോക്കാവസ്ഥ പഠിക്കാനാണ്, അതായത് ഇതൊരു സാമൂഹിക കലഹം ഉണ്ടാകാത്ത രീതിയിൽ ഇതൊരു മാറ്റം വരുത്താൻ വേണ്ടി ആയിരിക്കാം പിന്നോക്കാവസ്ഥ പഠിക്കുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള മുൻകൈ എടുക്കുന്നു. നാടാർ വിഭാഗത്തിന് സംവരണം കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ഭരണകാലത്ത് 2000 കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമങ്ങളാണ്. ഇതുവരെ തട്ടിപ്പോയി. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു പിന്തുണ കൊടുക്കുന്നു എന്ന് വന്നപ്പോൾ കിട്ടണം എന്നുള്ള ക്രൈസ്തവരുടെ പിന്തുണ ആഗ്രഹിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരത് അഡ്രസ് ചെയ്യാൻ തുടങ്ങി. UDF ഇതൊന്നും അഡ്രസ് ചെയ്തില്ല എന്ന് മാത്രമല്ല കാര്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നൊരു ആശയമാണ്, ഒരു ഉത്തരമാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം അവിടുന്ന് ലഭിക്കുന്നത് ആണ് ജസ്റ്റിൻ പറയുന്നത്. ഫാദർ റോയ് കണഞ്ചിറ, ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നു. ഇപ്പൊ ജസ്റ്റിനെ പോലുള്ള ആളുകൾ ഈ വിഷയത്തിൽ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ സോഷ്യൽ മീഡിയ നടത്തുന്നു. ഫാദർ റോയ് കണഞ്ചിറ ഈ വിഷയങ്ങളിൽ പല വേദികളിൽ സംസാരിക്കുന്നു. പക്ഷേ നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരു വർഗീയ മുഖവും ആണ് പൊതുസമൂഹം, അല്ലെങ്കിൽ ചില വ്യക്തികൾ അങ്ങനെ ഒരു ചാപ്പ കുത്തുന്നു. എന്നാൽ മറ്റു ചില സമൂഹത്തിലുള്ള ആളുകൾ ഈ വിഷയങ്ങൾ പറഞ്ഞാൽ അത് മതേതരത്വമാവുകയും ചെയ്യുന്നു. ഒരു വിഭാഗം സംസാരിക്കുമ്പോൾ അത് വർഗീയതയും മറുവിഭാഗം പറയുമ്പോൾ ഒരു മതേതരത്വമാകുന്ന ആ ഒരു വിചിത്രമായ ഒരു സമൂഹത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുക? ഇത് വളരെ സംഘടിതമായ ഒരു കൊള്ളയാണ്. ഓർഗനൈസ്ഡ് ലൂട്ട് എന്ന് ഒരിക്കൽ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനത്തെ കുറിച്ച് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് എനിക്ക്
ഇവിടെ കേരളത്തിന്റെ പൊതുസമൂഹവും കേരളത്തിന്റെ മാധ്യമങ്ങളും ഒരു മതസമൂഹത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരു, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പകച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ട് മറ്റാരെങ്കിലും സ്വന്തം അവകാശത്തിന് വേണ്ടിയും നിലനിൽപ്പിന് വേണ്ടിയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മതേതരത്വത്തിന് വിരുദ്ധമാണ്, അത് വർഗീയതയാണ്, അത് പറയാൻ പാടില്ല എന്നുള്ള ധ്വനി ഉണ്ടാക്കിക്കൊണ്ട് ആ പറയുന്നവരെ അടിച്ചമർത്തിക്കൊണ്ട് ഈ വർഗീയത പ്രചരിപ്പിക്കുന്നവർക്ക് സുഗമമായ ഒരു രാജപാത ഒരുക്കുകയാണ് ഇവിടെ. ഇതിനെ പിന്തുണയ്ക്കുന്നത് ഇടതു വലതു മുന്നണികൾ തന്നെയാണ്. കേരളത്തിൽ കോൺഗ്രസിന് ഇനി ജയിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം പ്രീണനം നടത്തിയേ പറ്റൂ എന്ന് അവരെ ആരോ ധരിപ്പിച്ചു വെച്ചിരിക്കും. മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന് നിലനിൽപ്പില്ല എന്നൊരു അവസ്ഥയിലേക്ക് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കും. വളരെ വേഗം വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യ ഒരു വോട്ട് ബാങ്കാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുല്ലപ്പള്ളിയെ പോലെയുള്ളവർ വെൽഫെയറിനെ കെട്ടിപ്പിടിക്കാൻ ഓടിയതും പാവം ചാണ്ടിയുമനെ പോലെയുള്ളവർ മലപ്പുറത്ത് പോയി നിന്ന് സ്വന്തം മതവിശ്വാസത്തെ ആക്ഷേപിച്ചതുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ ദുർബലമായ ചില പരിശ്രമങ്ങളാണ്. ഇത് കോൺഗ്രസ് മാത്രമല്ല നടത്തുന്നത്, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയും വളരെ തന്ത്രപൂർവ്വം നടത്തുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം EMS ആണ് അവരുടെ ആശയം പങ്കുവെച്ചു കൊടുത്തത്. ബുദ്ധിരാക്ഷസൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വിഖ്യാതമായ ഒരു പ്രയോഗം എന്ന് പറയുന്ന അടവ് നയം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥയും ഇല്ലാതെ എന്തും ചെയ്യാം എന്നുള്ളതാണ് ഈ പറയുന്നത്. ഏത് സമയത്തും അഭിപ്രായം മാറ്റാം. അതാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും അവർ അഭിപ്രായം മാറ്റും. എന്നിട്ട് പറയും അടവ് നയമാണ് എന്ന് പറയും. ആരോട് വേണമെങ്കിലും ഇലക്ഷനിൽ കൂട്ടുകൂട്ടും. അത് അടവ് നയത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ ഈ അടവ് നയത്തിന്റെ പേരും പറഞ്ഞ് ഏത് വർഗീയ ശക്തികളോടും കൂട്ടുകൂടി എങ്ങനെയെങ്കിലും ഇലക്ഷനിൽ ജയിക്കുക, തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, ആരാണോ കൂടുതൽ വോട്ട് ചെയ്യുന്നത് അവരെ പ്രീതിപ്പെടുത്തുക. ഇനി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പരമ്പരാഗതമായി UDF-നെ പിന്തുണയ്ക്കുന്നു എന്നൊരു ധാരണ UDF-നുമുണ്ട്, LDF-നുമുണ്ട്, BJP-ക്കുമുണ്ട്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. വലതുപക്ഷ ചിന്തകളോടാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആഭിമുഖ്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാലം അവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു പരസ്യമായ ഒരു നിലപാട് ഒരു പരിധിവരെ നമ്മൾ എടുത്തത്. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ പിന്തുണച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് വാങ്ങിച്ച് കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ ഉപകാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ള ഒരു സാഹചര്യം ഇവിടെ വരികയാണ്. അല്ലെങ്കിൽ ഈ 80-20 വിഷയം ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ, കോൺഗ്രസ് കാലത്ത് ഉണ്ടായിരുന്നല്ലേ, കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നാണല്ലോ. ഈ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഇത് ഒരു അനീതിയാണ് എന്നും ഇതിന്റെ വലിയൊരളവ് ക്രൈസ്തവ സമൂഹത്തിന് കിട്ടേണ്ടതാണ് മുസ്ലിങ്ങൾ അന്യായമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഉള്ള ആ സത്യം പൊതുസമൂഹത്തോടോ ആരോടെങ്കിലും തുറന്നു പറഞ്ഞു? അവർക്ക് ഭയമാണ്. കാരണം എന്താണ്? മുസ്ലിങ്ങൾ ഇവിടെ ഒരു സമ്മർദ്ദ ശക്തിയാണ്. അവരുടെ ആൾബലം കൊണ്ട് അവർ അവരുടെ സഖ്യകക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ വളരെയേറെ ശക്തിയോടുകൂടി സ്വാധീനിക്കുകയോ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് അവർ കൈകാര്യം ചെയ്യുക. വിദ്യാഭ്യാസം അവർ എല്ലാ സമയത്തും, ഇപ്പൊ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം മുസ്ലിം ലീഗ് കൊണ്ടുപോകും, വ്യവസായം മുസ്ലിം ലീഗ് കൊണ്ടുപോകും. ഒരു സമുദായത്തിന് വളരാനായിട്ട് ആവശ്യമുള്ള ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാവുന്ന സുപ്രധാനമായ വകുപ്പുകൾ അത് അവരങ്ങോട്ട് ചോദിച്ചു വാങ്ങുകയാണ്. അതല്ലാതെ കോൺഗ്രസിന് ഏതെങ്കിലും നിലനിൽപ്പുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു അവകാശം സംഘടിതമായിട്ട് ഇതുവരെ ചോദിക്കാതിരുന്ന ക്രൈസ്തവ സമൂഹത്തോട് അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ വോട്ട് കൈപ്പത്തിയിൽ തന്നെ വന്ന് വീഴും, അല്ലെങ്കിൽ UDF-ന്റെ ചിഹ്നങ്ങളിൽ വന്ന് വീഴും എന്നൊരു ധാരണ ഇവിടെ UDF-നുണ്ടായിരുന്നു. അതങ്ങ് മാറ്റണം. അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഈ ക്രൈസ്തവരുടെ ഈ ആശങ്കകളൊക്കെ ബാലറ്റ് പേപ്പറിൽ പ്രതിഫലിക്കുമോ? ബാലറ്റ് പേപ്പറിലല്ല, ആദ്യം പ്രതിഫലിക്കേണ്ടത് ഈ UDF-ന്റെ പ്രകടന പത്രികയിലാണ്. LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ സഖ്യങ്ങളാണ്. അവർ ജനാധിപത്യപരമായി ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ ഭരിക്കാനായിട്ട്
അവകാശമുള്ളവരാണ്. ഇതിൽ ആരാണോ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇനി ഇവിടെ നിലനിൽപ്പിന് സഹായകരമാകുന്ന രീതിയിലുള്ള പോളിസികൾ പരസ്യമായി പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുന്നത്, ആരാണോ ഇവരുടെ പ്രകടന പത്രികയിൽ ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്, അവരോടൊപ്പമായിരിക്കും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മനസ്സ് എന്ന് ഇതുവരെയുള്ള പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്രൈസ്തവ സമൂഹം സ്വന്തം അവകാശങ്ങളെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതർ പറയുമ്പോൾ, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരെങ്കിലും സ്വന്തം അവകാശത്തെ പറ്റി പറയുമ്പോൾ, അത് മറ്റേതെങ്കിലും സമൂഹത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, മറ്റാർക്കെങ്കിലും കിട്ടരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടുമല്ല. അർഹിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് യാതൊരു ഭാവഭേദങ്ങളും കലർത്തേണ്ട ആവശ്യമില്ല. ഇത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സംഘടിതമായ പോരാട്ടത്തിന്റെ ഒരു ആവേശകരമായ ഒരു തുടക്കമാണ്. ഇത് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ക്രൈസ്തവ സമൂഹം ഒരുമിച്ച് നിന്ന് അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടും. അത് മറ്റാരുടെയെങ്കിലും അവകാശ നിഷേധത്തിന് കാരണമാകുകയില്ല എന്ന് മാത്രമല്ല, അവകാശം നിഷേധിക്കുന്നവരുടെ എല്ലാവരുടെയും അവകാശങ്ങൾ ഒരേപോലെ നേടിയെടുക്കാനുള്ള ഒരു ഊർജമാണ് അതിൽ നിന്ന് പൊതുസമൂഹത്തിന് ലഭിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. വ്യക്തമാണ്. ശ്രീ ജസ്റ്റിൻ ജോർജ്, ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളൊക്കെ ഒരുക്കുന്ന ഈ സമയത്ത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ പോസിറ്റീവായ ഇടപെടലുകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്? ഒരു ഉദാഹരണം പറഞ്ഞു തരാം, നടക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂ. മുസ്ലിം ലീഗ് നേതാക്കന്മാരെല്ലാവരും സീറോ മലബാർ ആസ്ഥാനത്ത് പോയി, പിതാവിനെ കണ്ടു, സംസാരിച്ചു. അതിന് തൊട്ടു പുറകെ UDF കുറച്ച് നേതാക്കന്മാർ പോയി. ആലഞ്ചേരി പിതാവ് ഉൾപ്പെടെയുള്ളവര് ഇവരോട് 80-20 ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ പറഞ്ഞു. ഈ ചെന്നവർക്ക് 80-20 എന്താണെന്ന് പോലും അറിയില്ല. ഈ ചെന്ന UDF ഉന്നതരായ നേതാക്കന്മാർക്ക് 80-20 എന്താണെന്ന് അറിയത്തില്ല. അതിൽ ഒരാളുടെ ചേട്ടന്റെ മകൻ എന്റെ സുഹൃത്താണ്. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാൻ, സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളി വിവരങ്ങളൊക്കെ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. ഉന്നതനായ നേതാവാണ്. UDF ഒരു പൊസിഷൻ ഉണ്ട്. ഞാൻ പേര് അതൊന്നും പറയുന്നില്ല, ആളെ വ്യക്തിപരമായിട്ട് പറയാൻ താല്പര്യമില്ലാത്ത കാരണം പേരൊന്നും സൂചിപ്പിക്കുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ ഒരു മണിക്കൂറോളം വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി ഞെട്ടിപ്പോയി. ഇത് വലിയ അനീതിയാണല്ലോ, ഇതങ്ങനെ വിട്ടാൽ കൊള്ളുകയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ദീപികയിൽ ശക്തമായ ഒരു ലേഖനം എഴുതാം, അതിന്റെ ഡേറ്റകൾ മൊത്തം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ മുഴുവൻ സാധനവും അയച്ചു കൊടുത്തു. ഇന്ന് വരെ ലേഖനം വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെ എഴുതാൻ പറ്റും, അവർക്കവിടെ മൃഗീയമായ സ്വാധീനമാണ്, നമുക്കത് എന്റെ നിലനിൽപ്പിനെയും കൂടെ ബാധിക്കും. നിങ്ങളുടെ ഏരിയയിലുള്ള നേതാക്കന്മാർ ആരെങ്കിലും പറയുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതായത് പുള്ളിക്കാരൻ മധ്യ തിരുവാങ്കൂറുകാരൻ തന്നെയാണ്, അല്ലാണ്ട് ഈ മുസ്ലിം ലീഗിന്റെ ഏരിയയിലൊന്നും അല്ല. പക്ഷെ പുള്ളി സാധാരണഗതി മത്സരിക്കുന്ന പ്രദേശങ്ങളിൽ കുറച്ച് വോട്ടുണ്ടെന്നേ ഉള്ളൂ, അധികമൊന്നും വോട്ടില്ല. ഇതാണ് അവസ്ഥ. അപ്പം പൊതുവെ എല്ലാവരും ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് എന്തെങ്കിലും വർഗീയത പറയുന്നുണ്ടോ? ഈ പറഞ്ഞ തീവ്ര ടീമുകളല്ല പറയുന്നത്, മുസ്ലിം ലീഗിനെതിരെ എന്തിനു പറയുന്നു എന്നാണ് പൊതുവെ എല്ലാവരും ചോദിക്കുന്നത്. ഇതേ UDF നേതാവ് എന്നോട് പറഞ്ഞൊരു കാര്യം പറയാം. അതിന് 2 ദിവസം മുമ്പായിരുന്നു EWS, ഈ പറഞ്ഞ EWSന്റെ ആ സംഭവങ്ങളൊക്കെ നടക്കുന്ന ആ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. UDF മീറ്റിംഗിൽ ശക്തമായ നിലപാടെടുത്തു മുസ്ലിം ലീഗ്. UDF EWS സംഭരണത്തിനെതിരെ പരസ്യമായിട്ട് വരണമെന്നുള്ള രീതിയിൽ വലിയ വാഗ്വാദങ്ങൾ നടന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് അതിനെ എതിർത്ത് സംസാരിച്ചത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു, നടക്കില്ല, നമുക്കിത് പരസ്യമായിട്ട് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇവരുടെ ബഹളം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിക്കാരൻ ഒരു കാര്യം പറയാനില്ല, അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. പുള്ളി തുറന്നു തന്നെ പുള്ളി പറഞ്ഞു, ഇത് നിങ്ങളുടെ എല്ലാത്തിനും കിടന്ന് ചാടാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ തുറന്നു പറഞ്ഞു. അതിനുശേഷം ബഹളം മൂത്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവരുടെ ബഹളം തീർന്നത്. അതായത് മുസ്ലിം ലീഗ് അവരുടെ സമ്മർദ്ദം ചെലുത്തേണ്ട സ്ഥലങ്ങളിൽ ചെലുത്തുന്നുണ്ട്. അവര് വെളിയിലിറങ്ങി ഈ തീവ്ര പാർട്ടിക്കാർ നടത്തുന്ന പോലെ അല്ല ചെയ്യുന്നത്. അവർ അധികാര സ്ഥാനങ്ങളിൽ നടത്തേണ്ട സമ്മർദ്ദം നടത്തുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനത്ത് ഇവരോട് അനുഭവമുള്ള ഒരാളായിരുന്നെങ്കിൽ UDF EWS അതായത് കേന്ദ്രത്തിൽ സപ്പോർട്ട് ചെയ്ത UDF EWS സംവരണത്തിനെതിരെ വരുമായിരുന്നു. ഓക്കെ, ഏറ്റവും ഒടുവിൽ ഫാദർ റോയ് കണ്ണഞ്ചിറ, ഇപ്പോ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്,
ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഞങ്ങൾക്ക് ഫോർമുലകളുണ്ട് എന്നുള്ളതാണ്. അത് ഒരു പ്രത്യേക ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഒരു പരിഹാര മാർഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ എല്ലാം കണ്ടു, ക്രൈസ്തവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് UDF സന്നദ്ധമാണ്. എന്താണ് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ കഴിയും? എന്താണ് ക്രൈസ്തവരുടെ പ്രശ്നം? എന്ത് പ്രശ്നത്തിന്റെ പേരിലാണ് ക്രൈസ്തവർ അസ്വസ്ഥരായിരിക്കുന്നത്? ഇപ്പോൾ UDF ക്രൈസ്തവർ വോട്ട് ചെയ്യണമെന്നുള്ളതല്ല നമ്മുടെ ഈ ചർച്ചയുടെ വിഷയം. അതെ, നമ്മുടെ ചർച്ചയുടെ വിഷയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF LDF BJP എന്നുള്ളതല്ല. സ്വന്തം നിലനിൽപ്പിന് സഹായകരമായ അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ മനസ്സ് ഒരു സംഘടിത ശക്തിയായി മാറും എന്നതാണ് ഇവിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടത്. ക്രൈസ്തവ സമൂഹ മനസ്സ് ഇവിടെ വിവിധ സഭകളുടെ അതിരുകൾക്കപ്പുറത്ത്, വിവിധ റീത്തുകളുടെ അതിരുകൾക്കപ്പുറത്ത് ഇവിടെ ക്രൈസ്തവ മനസ്സ് ഒന്നായി മാറുന്ന ഈ ഒരു കാലം അടുത്തു വരികയാണ്. അതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷ സമൂഹത്തെ പ്രീണിപ്പിക്കാനുള്ള ഈ ഒരു വെമ്പൽ, സ്ഥാനത്തും അസ്ഥാനത്തും ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിലെ ഭൂരിപക്ഷ സമൂഹത്തെ പ്രീണിപ്പിക്കാനുള്ള ഈ ഒരു അടവ് നയം അത് കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് ഈ ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കിയിരിക്കുക. അതിനനുസരിച്ച് മാത്രമേ ഇനി വോട്ട് ചോദിച്ചുകൊണ്ട് അരമനകളിലേക്ക് വരാവൂ, ഇനി വോട്ട് ചോദിച്ചുകൊണ്ട് ക്രൈസ്തവരുടെ അടുത്തേക്ക് വരാവൂ. കാരണം അവകാശങ്ങൾ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് എന്ന ബോധ്യമുള്ള ഒരു സമൂഹമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്നത് ക്രൈസ്തവ സമൂഹം എന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടിയും കരുതിയിരിക്കണം. എങ്കിൽ മാത്രമേ ക്രൈസ്തവരുടെ സംഘടിതമായ ഒരു പിന്തുണ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്. മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. അപക്വമായ വാക്പ്രയോഗങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഉചിതമായ നിലപാടെടുക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കണമെന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ റോയി കണ്ണഞ്ചിറയും ശ്രീ ജസ്റ്റിൻ ജോർജും പറഞ്ഞത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേർക്കും നന്ദി.